It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. ഇന്ന് തന്നെ സന്ദർശിക്കൂ സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്. നിലമ്പൂർ കണ്ണംകുണ്ട് മാതൃക ആദിവാസി നഗറിൽ 7 വർഷമായിട്ടും കുടിവെള്ളം എത്തിയില്ല. പ്രളയബാധിതരായ ആദിവാസി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടത്തിൽ. ചാലിയാർ പഞ്ചായത്തിലെ കണ്ണംകുണ്ട് നഗറിലെ 34 ആദിവാസി കുടുംബങ്ങളാണ് താമസം തുടങ്ങി 7 വർഷമായിട്ടും കുടിവെള്ളമില്ലാതെ ദുരിത ജീവിതം നയിക്കുന്നത്. 2018 പ്രളയത്തിൽ മതിൽമൂല വൈലാശ്ശേരി നഗറുകളിലെ 34 ആദിവാസി കുടുംബങ്ങളുടെ വീടുകളും സ്ഥലവും പ്രളയമെടുത്തു. ഇതേ തുടർന്ന് വനംവകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ കണ്ണംകുണ്ടിലെ 25 ഏക്കർ സ്ഥലത്ത് ഈ കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി സംസ്ഥാനത്ത് ആദ്യമായി മാതൃക ആദിവാസി നഗറാക്കി കണ്ണംകുണ്ടിനെ പ്രഖ്യാപിക്കുകയും 34 കുടുംബങ്ങൾക്ക് 50 സെന്റ് വീതം സ്ഥലവും 7 ലക്ഷം രൂപ ചിലവഴിച്ച് 34 വീടുകളും നിർമ്മിച്ചു നൽകി. 20ഓളം കുടുംബങ്ങൾ ഇവിടെ താമസവുമാക്കി. 1 മാസത്തിനുള്ളിൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പും നൽകി. എന്നാൽ ഇതുവരെ കുടിവെള്ളമെത്തിയില്ല. ഇതിനാൽ തന്നെ 14ഓളം കുടുംബങ്ങൾ ഇപ്പോഴും 2018 പ്രളയത്തിൽ തകർന്ന വീടുകളിലാണ് താമസിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ദിവസം വെള്ളം എത്തിച്ചതായി നഗറിലെ ലക്ഷ്മി പറയുന്നു. വെള്ളത്തിന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 വർഷത്തോളമായി. പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. ഞങ്ങളിപ്പോൾ അയൽവാസികളുടെ അടുത്തൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. പിന്നെ വെള്ളം ഇപ്പോൾ ഇലക്ഷൻ്റെ അന്ന് ഒരു കുറച്ച് വെള്ളം ഇട്ട് തന്നു. പിന്നെ വെള്ളം വരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വെള്ളം വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ വിഷു കഴിയട്ടെ, ഇലക്ഷൻ കഴിയട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. വിഷു ഇപ്പം ഇന്നലെ വിഷു കഴിഞ്ഞിട്ട് ഇതുവരെ വെള്ളം വന്നിട്ടില്ല. പിന്നെ കിണറിൻ്റെ അന്വേഷിച്ചു. ഇപ്പോൾ ഇവിടെ ആകെ ഒരു കിണറുള്ളൂ, അതും ഇതുവരെ പാസ്സായിട്ടുമില്ല. താമസം വന്നിട്ടില്ല. അത് ഈ വെള്ളത്തിന് പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇല്ലാത്തത്. തുടർന്ന് വെള്ളം എത്തുമെന്ന ഉറപ്പും നൽകി. എന്നാൽ പോളിംഗ് പൂർത്തിയായ സമയത്ത് തന്നെ ജലവിതരണം നിലയ്ക്കുകയും ചെയ്തതായി ഇവർ പറയുന്നു. സമീപവാസികളായ 2 കുടുംബങ്ങൾ ആദിവാസി നഗറിലെ കുടുംബങ്ങൾക്ക് വെള്ളം നൽകുന്നതിനാലാണ് ഇവർ ഇവിടെ താമസം തുടരുന്നത്. തലചുമടായി 100 മുതൽ 200 മീറ്ററോളം ദൂരത്തിൽ വെള്ളം ചുമന്നാണ് ഇവിടെ വീടുകളിൽ എത്തിക്കുന്നത്. വീടുകൾക്ക് മുൻപിൽ നോക്കുകുത്തികളായി കുടിവെള്ള ടാപ്പുകളും കാണാം. നഗറിലെ ബാലന് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കിണർ നിർമ്മിക്കാൻ പണം നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു. 70,000-ഓളം രൂപ ചെലവഴിച്ച് ബാലൻ കിണർ നിർമ്മിച്ചു. കൂലിപ്പണി ചെയ്ത് കുടുംബാംഗങ്ങൾക്ക് കിട്ടിയ പണം ഉപയോഗിച്ചാണ് കിണർ നിർമ്മിച്ചത്. ഇതിൽ നിന്നും 5 കുടുംബങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്ന് ബാലൻ പറഞ്ഞു. എന്റെ പേര് ബാലൻ. 2018 പ്രളയം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയതാ. ഇതൊരു 7 വർഷത്തോളമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട്. ഒരു വെള്ളം തരാം മറ്റേ തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ പൈപ്പ് ഇട്ട് ഇതില്ലെന്നല്ലാതെ ഒരു ഈ ഇലക്ഷൻ അടുപ്പിച്ച് ഒരു ദിവസം വന്ന് വെള്ളം. അത് കഴിഞ്ഞ് പിന്നെ അതും നിന്ന് അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയെടുത്ത് അവരിത് കഴിഞ്ഞ് ഒരു ലാസ്റ്റ് ഞാൻ പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ട് കടം ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഒരു കിണറെത്തിയത്. തൊഴിലുറപ്പിന്റെ പൈസ ഒരു തരാറുണ്ട്, അതൊന്നും കിട്ടിയില്ല. ഒന്നുമില്ല. അപ്പൊ സുഖമില്ലാതെ ഇങ്ങനെ നിൽക്കും ചെയ്യാന്. അതിലിപ്പോ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ആല മാത്രം, അല്ല വേറെ ഒന്നും സർക്കാരിന്റെ ആയിട്ട് നമുക്കൊന്നുമില്ല. താമസമില്ലാത്ത വീടുകളിലൊക്കെ തന്നെ വെള്ളമില്ലാത്തതുകൊണ്ടാണ് അവര് കുടിവെള്ളം ഇല്ലാതെ ഇപ്പൊ കറണ്ട് ഉണ്ടായിരുന്നു, അതൊക്കെ കട്ടാക്കി പോയി അവര്. താമസമില്ലാതെ ഇതായിട്ട് കുടിവെള്ളം തന്നെ മെയിന്. ഒരു 6-7 വീട്ടുകാർ നമ്മളെ കിണറ്റിന്ന് വെള്ളം കൊണ്ടുണ്ട്, അതും പറ്റി തുടങ്ങിപ്പോ. പാത്രം കഴുകാനൊക്കെ ഞങ്ങൾ പോയെന്ന വെള്ളം കൊണ്ടുണ്ട് ബാത്റൂമൊക്കെ ഇതിനും. അതാപ്പോ ഇവിടുത്തെ അവസ്ഥ. ആരും തിരഞ്ഞെടുക്കില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും. എന്നാൽ ഇതുവരെ പണം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിച്ചിട്ടില്ലെന്ന് ബാലൻ പറഞ്ഞു. ആദിവാസി ക്ഷേമത്തിന്റെ പേരിൽ കോടികൾ ചിലവഴിക്കുമ്പോഴും ഈ കുടുംബങ്ങൾക്ക് പ്രാഥമിക ആവശ്യത്തിനുള്ള വെള്ളം പോലും എത്തിക്കുന്നതിൽ അധികൃതർ കടുത്ത അവഗണന തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കനത്ത ചൂടിനോടും നോ പറയൂ. AC, കൂളറുകളെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എക്സ്ചേഞ്ച് സൗകര്യത്തോടെ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.